ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ് സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്, നിങ്ങളുടെ കാലുകൾ വിണ്ട് കീറിങ്ങാണ്ട് ആകെ വൃത്തികേടായി കിടക്കുകയാണോ എങ്കിൽ അതിനൊരു പരിഹാരവുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ടും കാണണം. എന്തായാലും നിങ്ങളുടെ കാലിന് ഉള്ളിലുള്ള ആളുകളാണ്, വൃത്തികേടായി കിടക്കുന്ന കാലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അത്രയ്ക്കും ഉറപ്പുണ്ടെന്ന് പറയാൻ കാരണം, ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ ഫോട്ടോയിലെ കാലിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ? ഇതുപോലെ വിണ്ട് കീറിയിട്ട് ഒരു വൃത്തികേടായി കിടക്കുന്ന ഒരു കാല് ശരിയായിട്ട് അതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതുപോലെ കാലിൻ്റെ മടമ്പ് ഭാഗം ഭയങ്കരമായിട്ട് തയമ്പ് പിടിച്ചങ്ങാണ്ട് കട്ടില്ലൊരു ഭാഗമായി വിണ്ട് കീറി ഒരു ചെതുമ്പലൊക്കെ പിടിച്ച പോലെയാണ് കേട്ടോ. ആ ഒരു കാല് ഞാൻ കൊണ്ടുപോയി ശരിയാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് തുടങ്ങണുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു പരിഹാരം പറഞ്ഞു തരാം. നമ്മുടെ കാലിൻ്റെ ഈ മടമ്പ് ഭാഗങ്ങൾ ഇങ്ങനെ കട്ടിയാവാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 1-2 ദിവസം കൂടുമ്പോഴൊക്കെ കാലിൻ്റെ ഈ ഭാഗങ്ങൾ നല്ല സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല പോലെ ഉരച്ച് വൃത്തിയാക്കണം. ഈ സ്ക്രബ്ബറൊന്നും വീട്ടിലില്ലാത്തവരാണെങ്കിൽ പുതിയതായിട്ട് വാങ്ങുന്നു വേണ്ട. നമ്മുടെ വീട്ടിൽ എന്തായാലും അലക്കുകല്ലുണ്ടാവുമല്ലോ അല്ലേ? ഏത് വീട്ടിലില്ലാത്തുണ്ടാവില്ല. പുറത്തത്തെ ബാത്റൂമിലായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ടൊരു അലക്കുകല്ലോ അല്ലെങ്കിൽ ഒരു കല്ല് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ആ കല്ലുമ്പോൾ നല്ല പോലെ നമ്മുടെ കാല് ഉരതി വൃത്തിയാക്കുക. എൻ്റെ കാലിന് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനത്തെ വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ദിവസം എന്ന് പറയുന്ന പോലെ പുറത്തുനിന്ന് വാഷിംഗ് മെഷീനിലാണെങ്കിലും കൂടിയിട്ട് പുറത്തുനിന്ന് ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ, ഇന്നർ വെയറുകൾ, അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിലല്ലാതെ ഞാൻ പുറത്തത്തെ ബാത്റൂമിലത്തെ കല്ലുമ്മലാണ് വാഷ് ചെയ്യൽ. അപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സോപ്പ് ആ കല്ലുമ്മ ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ കാല് നല്ല പോലെ ഒരതി വൃത്തിയാക്കൽ, എല്ലാ സൈഡും ഒരതി വൃത്തിയാക്കലുണ്ട്. ഡെയിലി ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒരതിപ്പോൾ വരലുള്ളൂ. കല്ലുമ്മൽ ഇങ്ങനെ അധികം സമയമായിട്ട് കണ്ട് വരക്കലൊന്നുമില്ല. അപ്പം ദിവസം നമ്മൾ ചെയ്യണതാകുമ്പോൾ നമുക്കിങ്ങനെ അധികം സമയം വരച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റായിട്ട് ഇങ്ങോട്ട് കാലൊന്നും ഇങ്ങനെ വൃത്തിയാക്കി കഴുകി പോന്നാൽ മതി. അങ്ങനെ ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ കാലിന് ഇങ്ങനെ വിള്ളലുകൾ വരില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കും. ദിവസം ചെയ്യല്ലേ. കാലിന് വിള്ളലില്ലവരും ഇല്ലാത്തവരൊക്കെ അങ്ങനെ ചെയ്തു നോക്കണം. വിള്ളൽ ഉള്ളവർ ഇങ്ങനെ ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ അതിനുള്ളൊരു മാർഗ്ഗം പറഞ്ഞു തരാം. ഒരുപാട് വിണ്ട് പൊട്ടിയവർക്ക് ഇത് ഇങ്ങനെ ചെയ്താലും മാറാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. ചിലർക്ക് അതുകൊണ്ട് വേദന വരും. വേദന ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ദിവസം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ക്രീം, മോയ്സ്ചറൈസർ ക്രീം നമുക്കിപ്പോൾ ഓൺലൈനിൽ ചെറിയ വിലക്ക് വാങ്ങാൻ കിട്ടും. അധികം വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ക്രീം ദിവസം ഒന്ന് മസാജ് ചെയ്യണമെന്നൊന്നുമില്ല, ദിവസം ഒന്ന് തേച്ച് ഒരു 2-3-5 പിടിക്കോളം പിടിച്ചിട്ട് കിടന്നുറങ്ങുക. നല്ലോണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സോക്സില്ലേ, സോക്സ് ഈ ക്രീമുകൾ തേച്ചിട്ട് ഒരു സോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുക. അപ്പം അങ്ങനെ ക്രീം തേച്ചങ്ങാണ്ട് സോക്സ് ഇടാൻ പറ്റിയ സോക്സുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അധികം വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അതൊന്നും വാങ്ങാൻ കഴിയൂല എന്നുള്ളവരാണെങ്കിൽ നമ്മളടുത്തുള്ള സാധാ സോക്സ് ഇട്ടാലും മതി. ഇത് വിള്ളലില്ലാത്തവരും നമ്മുടെ കാലിൽ ഇങ്ങനെ ക്രീം തേച്ച് കിടക്കുന്നത് നല്ലതാണ്, വിള്ളൽ വരാതിരിക്കാൻ. വിള്ളൽ വന്നവർക്കാണെങ്കിൽ ചെറുതായിട്ട് മാറ്റങ്ങൾ വന്ന് അങ്ങനെ ഇല്ലാതാവും. ഇനി നല്ല പോലെ വിള്ളലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഏതെങ്കിലും ഒരു ഷാമ്പു ഒഴിച്ചിട്ട് അതിൽ കാലൊരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമ്മളെ കാലൊക്കെ ഒന്നിങ്ങനെ പൊതിർന്ന് വരും. അപ്പോൾ എന്തെങ്കിലും സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കല്ലുമ്മ വെച്ചിട്ട് നമ്മളെ കാല് നല്ല പോലെ ഒരതി വൃത്തിയാക്കി തുടച്ചിട്ട് ഏതെങ്കിലും ഒരു ക്രീം കാലുമ്മ ഇട്ട് കൊടുക്കുക. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇനി നമ്മളെ വീട്ടിൽ ക്രീമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സാധാ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും മതി. നമ്മളെ കാലിൽ നല്ലപോലെ തടവി മസാജ് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വാസ്ലിന് ഉപയോഗിച്ചാൽ എത്രയോ നല്ല ബെറ്ററാണ് കേട്ടോ, നല്ല റിസൾട്ട് കാണാം. വാസ്ലിൻ ഉണ്ടെങ്കിൽ വാസ്ലിൻ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തിട്ട് മാറില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു തരാം. നമ്മളെ മുഖത്തിൻ്റെ വൃത്തി പോലെ തന്നെയാണ് നമ്മുടെ കാലിൻ്റെ വൃത്തിയിലെ. മുഖം മാത്രം സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. മുഖം സൗന്ദര്യം ഉണ്ടെങ്കിൽ നമ്മൾ കാലുമൊക്കെ നോക്കുമ്പോൾ കാല് വൃത്തികേടാണെങ്കിൽ പോയില്ലേ കാര്യം. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയലുണ്ടല്ലേ, ഒരു ആളെ വൃത്തി അറിയണമെങ്കിൽ അയാളെ കാലുമൊക്കെ നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തിൻ്റെ മരിക്കാൻ നമ്മളെ കാലും നല്ല ഭംഗിയിലും വെടിപ്പിലും വൃത്തിയിലും വേണം കിടക്കാനും. ചില ആളുകൾ കണ്ടിട്ടില്ല, മുഖം കാണാൻ നല്ല ഭംഗിയായിക്കാരം, പക്ഷേ കാല് നമുക്ക് നോക്കി കഴിഞ്ഞാൽ പോയ കാര്യം. അങ്ങനെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കല്യാണം വന്നു. കല്യാണത്തിന് പോകാൻ വേണ്ടി നല്ല ചെരുപ്പൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പം ഇങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ള ചെരുപ്പൊക്കെ കിട്ടി. പക്ഷേ ചെരുപ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സങ്കടം. കാലിൻ്റെ ഈ മടമ്പൊക്കെ ഇതേപോലെ നല്ല പോലെ വിണ്ട് ഇങ്ങനെ ചെതുമ്പലൊക്കെ വന്നിക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം. ചെരുപ്പ് മാത്രം ഭംഗി ഉണ്ടായിട്ട് കാലില്ലല്ലോ, കാലും കൂടി ഭംഗി വേണ്ടേ
എന്നോട് ഭയങ്കര സങ്കടം പറയാം. പല മാർഗ്ഗങ്ങളും ഓൾ നോക്കിയിട്ടുണ്ട് ഓളെ കാലൊന്ന് വൃത്തിയായി കിട്ടാൻ. പക്ഷേ എന്ത് ചെയ്തിട്ടും ഓളെ കാല് വൃത്തിയാണില്ല എന്നുള്ള ഭയങ്കര ഒരു സങ്കടവും പരാതിക്കായിട്ടാണ് എന്നോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഓളെ കാലുമൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണമല്ലോ. മുഖം എത്ര മിനിക്ക് നടന്നിട്ടും കാര്യമില്ലല്ലോ, നമ്മളെ കാല് ഇങ്ങനെ വൃത്തിയോടെ കഴിഞ്ഞാൽ പോയില്ലേ കാര്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ വെടിപ്പും വൃത്തി എന്നൊക്കെ പറഞ്ഞാൽ ഈമാൻ്റെ ഒരു പകുതിയാണെന്ന് പറയല്ലോ. അത് നമ്മളെ വെടിപ്പും വൃത്തിയും നമ്മൾ നല്ല ഭംഗിയിൽ നടക്കലൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ അടുത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. ആ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ കാലിന് പ്രശ്നങ്ങളുണ്ട്, അപ്പം അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ പരിഹാരമില്ലാതെ ഒരു പെഡിക്യൂർ എന്നൊരു ഇതുണ്ട്, അത് ചെയ്താൽ മതി, നല്ല മാറ്റം ഉണ്ടാവുമെന്നു. അപ്പോൾ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്തത്. അവിടെ പോയിട്ട് ബ്യൂട്ടി പാർലർ പോയിട്ടാണ് ചെയ്തത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം അവൾക്ക് സത്യത്തിൽ ഭയങ്കര ഒരു സന്തോഷവും അത്ഭുതമൊക്കെ ആയി. അവളുടെ കാലിന് അത്രക്കും നല്ലൊരു മാറ്റമാണ് വന്നത്. നല്ല പോലെ വൃത്തിയാക്കി ആ വിള്ളലില്ല കാലാണെന്ന് എന്നെ അറിയണില്ല. അത്രക്കും നല്ല സുന്ദരമായിട്ടുള്ളൊരു കാലാണ് ആക്കി മാറ്റിയിട്ട് അവൾക്ക് ഭയങ്കര ഒരു സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ പുതിയ ചെരുപ്പൊക്കെ വാങ്ങി ഇനി ആ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ കാല് ഭംഗിയില്ലല്ലോ, എന്താ ചെയ്യാമെന്ന് കയറ്റി നിൽക്കണ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ നല്ലൊരു ഫലവും കണ്ടു കേട്ടോ. 500 എത്രയാണ് പൈസ കൊടുത്തത്, 600-ൻ്റെ ഉള്ളിലാണ് എന്തായാലും സംഭവം. അത്രയാണ് ഇതിൻ്റെ പൈസ ഞങ്ങൾ കൊടുത്തത്. എന്തായാലും ആ പൈസ ഒന്നും ഒരു നഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞു. അത്രക്കും വെടിപ്പും വൃത്തിയും ക്ലീനും ഇങ്ങോട്ട് കാലിന് കിട്ടിയേക്കല്ലേ, ഇത് ഭയങ്കരമായിട്ട് സന്തോഷിക്കണം. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞ് നടക്കേണ്ട എൻ്റെ കാല് ശരിയായി, ഞങ്ങളിങ്ങനെ പോയിട്ട് ഇറങ്ങാണ്ട് എനിക്കും തന്നെ അവളെ കൊണ്ടുപോയിങ്ങാണ്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിങ്ങാണ്ടുള്ള കാല് വൃത്തിയാക്കി കൊടുത്തിട്ട് എനിക്കും തന്നെ ഭയങ്കരമായിട്ടൊരു സന്തോഷമായിട്ടും. അവളുടെ കാല് അങ്ങനെ വൃത്തികേടായി കിടന്നിട്ട് ഓൾക്ക് തന്നെ ഒരു മാനസികമായിട്ടൊരു ഇടങ്ങേറിയിരുന്നു. അങ്ങനെ ഒരാളുടെ മാനസിക പ്രശ്നങ്ങൾ മാറ്റിങ്ങാണ്ട് സന്തോഷിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവില്ല ഒരു സന്തോഷം, അതും വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും കാലിന് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളില്ലേ അതൊക്കെ ചെയ്തിട്ടും മാറണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ളൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ ഒരു പെഡിക്യൂർ എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് എന്തായാലും സോഫ്റ്റാക്കി തരുമല്ലേ. പിന്നെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി തരും. എന്നിട്ട് പിന്നെ നിങ്ങൾ ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിച്ച് കാൽമ പുരട്ടിയിട്ട് കിടക്കുക. പിന്നെ അത് വരാൻ ചാൻസ് കുറവാണെങ്കിൽ നല്ലോണം ഉള്ളവർക്കാണെങ്കിൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയി ചെയ്യാം. തീർച്ചയായിട്ടും എനിക്ക് അനുഭവമുള്ളവർ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവൾക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടായൊരു കാര്യമാണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭംഗി ആഗ്രഹിക്കുന്നവർക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും കാലിന് ഇങ്ങനെ വെള്ളിച്ചുണ്ടെങ്കിൽ നിങ്ങളിനി പൈസ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ അടുത്തൊരു ബ്യൂട്ടി പാർലർ പോയിട്ട് ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് അനുഭവം സന്തോഷമാണ്, മാറ്റങ്ങൾ വന്നിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കണം. ദിവസവും നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ആളുകളാണ്, ഒരുപാട് സമയം പുറത്താണ് ചെരുപ്പിട്ടുങ്ങാണ്ട് വർക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ കാലിന് അധികം ടൈറ്റില്ലാത്ത ചെരുപ്പുകൾ ഉപയോഗിക്കുക. അതുപോലെ നല്ല കാറ്റും വെളിച്ചമൊക്കെ തട്ടണ അങ്ങനത്തെ ചെരുപ്പുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ചെരുപ്പുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യണം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.